വനിതകൾക്ക് ഫിറ്റ്നസ് സെന്റർ, കുട്ടികളുടെ തിയേറ്റർ, കലാപരിശീലനം, കളിസ്ഥലം നിർമ്മിക്കുന്നതിന് സ്ഥലം വാങ്ങൽ, ഹാപ്പിനെസ് പാർക്ക് എന്നീ നൂതന പദ്ധതികൾക്ക് പ്രാധാന്യം നൽകി ചെറുപുഴ പഞ്ചായത്ത് ബജറ്റ്. ചെറുപുഴ പഞ്ചായത്തിന് 54.08 കോടി രൂപ വരവും 53.03 കോടി രൂപ ചെലവും കാണിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ജോയ്, എം ബാലകൃഷ്ണൻ, ഷാൻഡി കലാധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ ഡി പ്രവീൺ, കെ എം ഷാജി, ജോയ് സി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കരട് ബജറ്റ് 2024-25 വരവുകൾ: കെട്ടിട നികുതി 1 കോടി 10 ലക്ഷം, തൊഴിൽ നികുതി 40 ലക്ഷം, ആകെ നികുതി വരവുകൾ 1 കോടി 50 ലക്ഷം. നികുതിയേതര വരവുകൾ: വാടക 22 ലക്ഷം, രജിസ്ട്രേഷൻ ഫീസ് 2000, ലൈസൻസ് ഫീസ് 6 ലക്ഷം, KPPR പെർമിറ്റ് ഫീസ് 80 ലക്ഷം, പെനാൽറ്റി ഫൈൻ 4 ലക്ഷം, മറ്റ് ഫീസുകൾ ആപ്ലിക്കേഷൻ ഫീ, ജമമാറ്റൽ 35,000, സർവീസ് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് 50,000, ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന 80,000, ഫോറം വിൽപ്പന 5 ലക്ഷം, ഉപയോഗശൂന്യമായ വസ്തുക്കളുടെ വിൽപ്പന 54,000, ജനറൽ പർപ്പസ് ഫണ്ട് 2,13,74,000, ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശ 6 ലക്ഷം, മറ്റു വരവുകൾ 5 ലക്ഷം. ആകെ നികുതിയേതര വരവ് 3,43,95,000 രൂപ. നോൺ പ്ലാൻ ഗ്രാന്റ്: മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 17 കോടി, ശിശുക്ഷേമം കേന്ദ്രവിഹിതം 15 ലക്ഷം, ദേശീയ വാർദ്ധക്യകാല പെൻഷൻ 5 കോടി, വിധവാ പെൻഷൻ 2 കോടി, വികലാംഗ പെൻഷൻ 80 ലക്ഷം, കർഷക തൊഴിലാളി പെൻഷൻ 1,25 ലക്ഷം, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ 10 ലക്ഷം, വിധവകളുടെ പെൺമക്കളുടെ വിവാഹ ധനസഹായം 2 ലക്ഷം, ശുചിത്വ മിഷൻ പദ്ധതി 30 ലക്ഷം. വനിതകൾക്ക് ഫിറ്റ്നസ് സെന്റർ, കുട്ടികളുടെ തിയേറ്റർ, കലാപരിശീലനം, കളിസ്ഥലം നിർമ്മിക്കുന്നതിന് സ്ഥലം വാങ്ങൽ, ഹാപ്പിനെസ് പാർക്ക് തുടങ്ങിയ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് 28 ലക്ഷം രൂപയും, മൃഗസംരക്ഷണത്തിന് 13 ലക്ഷം രൂപയും, പശ്ചാത്തല മേഖലയുടെ വികസനത്തിന് 2 കോടി രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി 42 ലക്ഷം രൂപയും, കർഷകർക്ക് പാൽവില സബ്സിഡി നൽകാൻ 15 ലക്ഷം രൂപയും, മാലിന്യ ശുചിത്വത്തിനായി 30 ലക്ഷം രൂപയും, വീടുകൾ വാസയോഗ്യമാക്കാൻ 57 ലക്ഷം രൂപയും, അങ്കണവാടികൾക്ക് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 20 ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവച്ചു. ഇതിനു പുറമെ പട്ടികവർഗ പട്ടികജാതി വികസനത്തിനായി 46 ലക്ഷം രൂപയും അനുവദിച്ചു. തെരുവ് വിളക്ക് സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി 45 ലക്ഷം രൂപയും നീക്കിവച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് 17 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്.